ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഗുജറാത്തിലേക്ക് പോയപ്പോഴത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ പോയത് ലോക്കൽ ട്രെയിനിലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കയറിയ സമയത്ത്. പിന്നെ ഞങ്ങൾക്ക് ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് തിരക്കൊക്കെ കുറഞ്ഞു. ഞങ്ങൾ പുലർച്ചെയാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ എന്താണ്, പ്രകൃതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. അതാണല്ലോ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ്. പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കൽ. ഫുള്ള് ഗ്രീനറിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് പുറത്തൊക്കെയുള്ള കാഴ്ച കാണാൻ. പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ മോനെ വെച്ചു. പിന്നെ മോന് അവിടെ ഒരു കപ്പൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ടൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്. ആ കപ്പ സംഭവം തലയിൽ നിർത്താൻ നോക്കുകയാണ്. ഈ വണ്ടി ഇങ്ങനെ ആടുമ്പോൾ കപ്പ എന്തായാലും തലയിൽ നിൽക്കൂല. അതിപ്പോൾ അവനക്കറിയില്ലല്ലോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ അവനക്ക് നാണായിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ എണീറ്റു കേട്ടോ. അവർക്ക് വിശക്കുണ്ട് പറഞ്ഞു. ഉച്ചയായപ്പോഴൊക്കെ അവർ എണീറ്റു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിഗ്നൽ കിട്ടണില്ലാണ്ട് വണ്ടി നിർത്തിയിട്ടു കേട്ടോ. ഒരു അരമണിക്കൂറോളം വണ്ടി നിർത്തിയിട്ടു. അങ്ങനെ ഒരുപാട് ഭാഗത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ. അതാണ് നമുക്ക് പറ്റാത്തൊരു പരിപാടി. കാരണം നമ്മൾ യാത്ര വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ മുഷിപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ വണ്ടി നിർത്തിയാൽ ഭയങ്കര ചൂടെടുക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു, അസ്വസ്ഥതയായിരുന്നു. കുട്ടി എണീറ്റു, കുട്ടീൻ്റെ കരച്ചിലും. അങ്ങനെ പിന്നെ വണ്ടി മെല്ലെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് തുരങ്കങ്ങളുണ്ട് കേട്ടോ. അതിന് പോകുമ്പോൾ കുട്ടിക്ക് ഭയങ്കര രസമായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ വേറൊരു സൗണ്ടാണല്ലോ. അപ്പോൾ മോന് ഇങ്ങനെ കൈയൊക്കെ പുറത്തിട്ട് ഇങ്ങനെ കളിച്ചിട്ടിരിക്കുകയാണ്. ഇക്കാൻ്റെ മടിയിലാണ് മോന്.
പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് കയറി. അപ്പോൾ കയറിയൊരു കുട്ടിയാണ് ഈ പഞ്ചാബി കുട്ടി കേട്ടോ. അപ്പോൾ പഞ്ചാബി കുട്ടി പരിചയപ്പെടുകയാണ്. പക്ഷേ പരസ്പരം ഭാഷയൊന്നും രണ്ട് പേർക്കും അറിയില്ല. പിന്നെ അപ്പുറത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് പറഞ്ഞത്, ഇന്നതാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു കുട്ടിയായിരുന്നു കേട്ടോ, നല്ലൊരു പഞ്ചാബി കുട്ടി തന്നെയായിരുന്നു. നല്ല സ്വഭാവമുള്ള കുട്ടിയാണ് കേട്ടോ. രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഭയങ്കര കമ്പനി ആയിട്ട് വരായിട്ട്, പിന്നെ മോൻ്റെ മടിയിൽ കടത്തായി, അവനോട് ഓരോന്ന് പറയലും അവനായിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ തുടങ്ങി. ഞാൻ വീഡിയോ എടുക്കണമെന്ന് മനസ്സിലായപ്പോൾ ആൾ ലേക്കൊക്കെ തന്നു കേട്ടോ. പെട്ടെന്ന് കമ്പനി ആകുന്ന ഒരു ടൈപ്പാണ് കേട്ടോ കുട്ടി. നല്ലൊരു ഫ്രീ ആയിട്ടുള്ള നല്ലൊരു കുട്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേഷൻ എത്താനായിട്ടോ. സ്റ്റേഷനിക്ക് കാക്കയും കാക്കാൻ്റെ മോളാണ് വന്നത്, ഇക്കാൻ്റെ ജ്യേഷ്ഠനും മോളും. അപ്പോൾ അവർ വന്നു. ഞങ്ങൾ പിന്നെ കൊസംബയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ സൂറത്തിലാണ് ട്രെയിൻ ഇറങ്ങിയത്. എന്നിട്ട് അവിടെ ഞങ്ങൾ കൊസംബയിലേക്ക് പോവുകയാണ്. 2 മണിക്കൂറിന് മേലെ യാത്ര ഉണ്ട് കേട്ടോ.
അങ്ങനെ നമ്മളവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇത് ആലുപൂരി എന്നാണ് പറയുക. ഈ ഒരു പ്ലേറ്റിന് 30 രൂപയാണ് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ സാധനം. നമ്മുടെ വയറ് ഫുള്ളാവും അത് കഴിച്ചാൽ തന്നെ. ഈ ആലിപ്പൂരിൻ്റെ കട ഈ ഫ്ലാറ്റിന് നേരെ താഴെയാണ് കേട്ടോ. നമ്മളിപ്പോൾ 4th ഫ്ലോറിലാണ്. അപ്പോൾ അതിൻ്റെ താഴെ തന്നെയാണ് ആ കട കേട്ടോ. കാറ് നിർത്തിയിട്ടുള്ള തൊട്ടുള്ള ആ തട്ടുകടയാണ് കേട്ടോ, കണ്ടില്ലേ? ആ കടയിൽ നിന്നാണ് കേട്ടോ ഇത് വാങ്ങിയത്. അതുപോലത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ താഴെ. നൂഡിൽസിൻ്റെയും പാനിപ്പൂരിൻ്റെയും അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഷവർമ അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അവിടെ താഴത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു, ടി വി ഒക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ബുള്ളറ്റ് ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ ബുള്ളറ്റാണ് കേട്ടോ ആ വരുന്നത്. അതവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ, ലഗേജുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനത്തെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ താത്താൻ്റെ ഉപ്പാൻ്റെ ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട് സൂറത്തിൽ, അങ്ങോട്ട് പോകാണ് കേട്ടോ. കുട്ടികളൊക്കെ ഒന്ന് പുറത്തിറങ്ങണം പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. കുറച്ച് നേരം കിടന്നുറങ്ങി, കാരണം ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ, ട്രെയിനിൽ വന്ന് യാത്ര ചെയ്ത ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടേക്ക് പോവാണ്. ഞങ്ങളിപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ ചക്ക കണ്ടു അവിടെ. ഞാൻ ആദ്യമായിട്ട് കാണാണ് കേട്ടോ അവിടെയൊക്കെ നാട്ടിലെ ചക്ക. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചക്കയൊക്കെ അങ്ങോട്ട് വരുന്നത്. അവർക്ക് ഫ്രൂട്ട്സിൻ്റെ കടയാണ്. നല്ല വലിയ വലിയ ചക്കയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ട് എന്നാണ് പറഞ്ഞത് താത്ത. ചക്കൻ്റെ ചുളയൊക്കെ നല്ല മധുരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ ചക്കുള്ള നാട്ടിൽ നിന്നല്ലേ പോകണം, അപ്പോൾ നമുക്ക് ചക്കൻ്റെ ആവശ്യമില്ല അവിടെ പോയാൽ. പക്ഷെ കഴിച്ചിട്ട് അവർ പറഞ്ഞത് നല്ല മധുരം ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ ചക്ക. ചക്ക മാത്രമല്ല കേട്ടോ, പൈനാപ്പിൾ അങ്ങനെയുള്ള ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ റോഡിൽ എപ്പോഴും ഇതുപോലെ തിരക്കുണ്ടാവും കേട്ടോ. വണ്ടികളിൽ നല്ല തിരക്കാണ് കേട്ടോ. ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം റോഡ് കടക്കാൻ. പിന്നെ ഒന്നാമത് ടൗണാണ്, ആ തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ള വണ്ടികൾക്കൊന്നും ഹെൽമെറ്റ് ഇല്ല കേട്ടോ, ബൈക്കുകൾക്ക്, 2 വീലറിനൊന്നും. പിന്നെ 2 വീലറിൽ 2-3 ആൾക്കാരൊക്കെ ഒരുമിച്ചിരുന്ന് പോയാലും കുഴപ്പമില്ല. ഹെൽമെറ്റിൻ്റെ പ്രശ്നമല്ല, എത്ര ആൾക്ക് വെച്ചാലും വണ്ടിയിൽ പോവുകയും ചെയ്യാം 2 വീലർ. പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു വന്നു കേട്ടോ. ഒരു 11-11:30 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത്രക്ക് മഴയായിരുന്നു. കണ്ടില്ലേ, റോട്ടിലൊക്കെ ഫുള്ള് വെള്ളമാണ്. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയ പാർക്കുണ്ട് അടുത്ത്, അവിടേക്ക് പോയി. അപ്പോൾ മോനെ പാട്ടൊക്കെ പാടി കളിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു സ്റ്റേജ് പോലെ ഒരു ഇതൊക്കെയുണ്ട്. അവിടെ നിന്ന് അങ്ങനെ പാട്ട് പാടി കളിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ആളും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അവൻ നടക്കുന്ന പ്രായമാണ്, നടക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവനെ ഇവിടെ വിട്ടു പോകാൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുക. പിന്നെ കുട്ടികളൊക്കെ ക്ഷീണിച്ചു, അപ്പോൾ അവരവിടെ ഇരുന്ന് വെള്ളം കുടിക്കുകയാണ്.
ഇങ്ങനെ ചിരിച്ച് ഞങ്ങളിങ്ങനെ പറയണം അങ്ങനെ എന്താ പാട്ട് നിർത്താത്ത കുറേ നേരമായില്ല പാടാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ പോവാണ് ആ കുട്ടി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവൻ പാട്ടൊക്കെ നിർത്തിയത്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ മോനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാനും ചെറുതായിട്ടൊക്കെ ഒന്ന് കളിച്ചിട്ടോ. അവിടെ സ്ക്വയറിൽ കുറേ കല്ലിങ്ങനെ വെച്ചിട്ടുണ്ട് കളം പോലെ. അപ്പോൾ ഇതിങ്ങനെ ചാടി കളിക്കാനുണ്ടോ. അത് കണ്ടപ്പോൾ രസം തോന്നി. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചാടി കളിച്ചെന്നേ ഉള്ളൂ. കുട്ടികൾ ചാടുന്ന പോലെ നമുക്ക് ചാടാൻ വയ്ക്കില്ലല്ലോ. നമ്മുടേതായ രീതിയിൽ ചാടി കളിച്ചെന്ന് മാത്രം. പിന്നെ ഞങ്ങൾ സമയമായിട്ട് വൈകുന്നേരമായപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു ബർഗർ ഷോപ്പിലൊക്കെ കയറി. 50 രൂപക്ക് ബർഗർ എന്നൊക്കെ കണ്ടപ്പോൾ കയറിയതാണ് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ബർഗർ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു സോസിയോ പറഞ്ഞിട്ടൊരു ജ്യൂസും പാടെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ബർഗർ ഷോപ്പ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ച് ഇങ്ങനെ മെല്ലെ നടന്നു. ഞങ്ങൾ നടന്നിട്ടാണ് പാർക്കിൽ പോയത്. അടുത്ത് തന്നെ ഇരുന്നു പാർക്ക്, ദൂരമൊന്നുമില്ല ഒരുപാട്. പിന്നെ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. കുട്ടികളൊക്കെ പെട്ടെന്ന് പോകാൻ കേട്ടോ. അവർ പറ്റ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കാലിൽ. ഒന്നാമത് പാർക്കിൽ കുറേ നേരം കളിച്ചു. അപ്പോൾ ആ ക്ഷീണവും പിന്നെ നടന്നിട്ടല്ലേ ഞങ്ങൾ പോയതും വന്നതൊക്കെ. അപ്പോൾ ആ ക്ഷീണമൊക്കെയാണ്. വീടെത്തിയതും എല്ലാവരും ഓരോ മൂലയിൽ സൈഡായിട്ടോ. പിറ്റേ ദിവസം രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം എങ്ങോട്ടും പോകാൻ പറ്റൂല എന്ന്. പക്ഷെ ഒരു ഉച്ച ആയപ്പോഴത്തേനൊക്കെ മഴ പോയിട്ടോ. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങി കേട്ടോ. അവിടെ പാർക്കൊക്കെ പോവാം, പിന്നെ തിരിച്ചു വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പാർക്കൊക്കെ പോകാൻ പറ്റിയില്ല. പാർക്കൊക്കെ പൂട്ടിക്കായിരുന്നു. അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് പൂട്ടിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചെത്തി കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ആ ഉച്ച സമയത്ത് മാത്രമാണ് വെയിലുണ്ടായിരുന്നത്. പിന്നെ നല്ല മഴയായിരുന്നു.
അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് കേട്ടോ. ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ കണ്ടതാണ് കേട്ടോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ റിസർവേഷനാണ് എടുത്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് യാത്രയ്ക്ക് നല്ല സുഖമായിരുന്നു. വരുമ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല തിരക്ക് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ചെറിയ വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.